ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെക്കുറിച്ച്. പക്ഷേ പത്രങ്ങൾ പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേ തൊടാത്ത ഒരു സമീപനമാണ്. കുറ്റം മുഴുവൻ കോർപ്പറേഷൻ്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനമാണ്. ഇപ്പോൾ ഒരു പത്രത്തിൽ ഞാനിന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം: നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ 3 കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു. എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ എന്നതിന് മറ്റെന്ത് തെളിവ് വേണം? ആരാണ് ഇറക്കി വിട്ടത്? കോർപ്പറേഷനാണോ? സംസ്ഥാന സർക്കാരാണോ? അപ്പം ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത്. ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ്, സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ എന്ന മട്ടിലെഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക? ആർക്കാണ് സഹായകരമായി തീരുക? ഞാനത്രേ ഇതിൽ പറയുന്നുള്ളൂ, വേറെ രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല. അപ്പോൾ കുറെ കൂടി വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.